ആക്ച്വലി വീഡിയോ എഡിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിക്ക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കൂടിക്കൊണ്ട് ലൈക്ക് വീണ്ടും ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു എഡിറ്ററിന് അവിടെ വലിയ യൂസ് ഇല്ല മോർ ലൈക്ക് അവർക്ക് ആ എ പ്രോംപ്റ്റ് ചെയ്യാനായിട്ട് അറിയണം, അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്റീവ് എലമെന്റ് പ്ലസ് വീഡിയോ എഡിറ്റിംഗ് ഒരു ഇന്റർസെക്ഷനിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ എഡിറ്റർ കം ഒരു സ്ട്രാറ്റജിസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് അവർക്ക് ഇവോൾവ് ആവാനായിട്ട് പറ്റണം. കാരണം ഇനി അങ്ങോട്ട് വലിയ വലിയ ടീംസിന്റെ റിക്വയർമെന്റ് നമുക്ക് കുറഞ്ഞു വരാം. സോ ആസ് എ പേഴ്സൺ സിംഗിൾ ഹാൻഡിലി അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതൊരിക്കലും ഒരാളെ കൊണ്ട് നമ്മൾ കൂടുതൽ പണിയെടുപ്പിക്കണമെന്നല്ല, ഒരാൾക്ക് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് പണിയെടുക്കാൻ പറ്റാതെ ആസ് എൻ എഡിറ്റർ അവർക്ക് കോണ്ടന്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, പ്ലാറ്റ്ഫോംസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതല്ലെങ്കിലും ഒബിയസ്ലി ഈ ഒരു ലൈക് ഷോർട്ട് ഫോം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എഡിറ്റേഴ്സിലേക്ക് വരുന്ന സമയത്ത് നല്ല എഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂ മച്ച് ഗ്രാഫിക്സ് അറിയാവുന്ന അല്ലെങ്കിൽ ടൂ മച്ച് എഫക്ട്സ് അറിയാവുന്നവനല്ല, ഈ പ്ലാറ്റ്ഫോമിൽ എന്താ വർക്ക് ആവണമെന്നുള്ളത് അറിയാവുന്നവനാണ് ആക്ച്വലി ഒരു ബെസ്റ്റ് എഡിറ്റർ. അല്ലെങ്കിൽ ആ കൈൻഡ് ഓഫ് ഒരു സ്ട്രാറ്റജിസ്റ്റും കൂടിയാണ്. അവർക്കും തോന്നണം ഓക്കെ ഓഡിയൻസ് ഇവിടെ വർക്കാവും അല്ലെങ്കിൽ ഇത് ചെയ്യും എന്നുള്ളത്.